നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ശകുനത്തിനെ കുറിച്ചാണ് ഇന്നത്തെ വിഷയമായിട്ട് പ്രതിപാദിക്കുന്നത്. ശകുനത്തിന് പ്രസക്തി എന്ത്? പഴയകാലത്തെ ആളുകൾക്ക് ശകുനത്തിൽ കൂടുതൽ വിശ്വാസമുണ്ടായിരുന്നു. ശകുനത്തെ നിമിത്തം എന്നും പറയാറുണ്ട്. യാത്ര പുറപ്പെടുന്ന ആൾ ആദ്യം തനിക്കെതിരായി വരുന്ന വസ്തുവിനെ നോക്കിയിട്ടാണ് തൻ്റെ പരിശ്രമത്തിൻ്റെ ഫലം നന്നാവുമോ ഇല്ലയോ എന്ന് കണക്കുകൂട്ടുന്നത്. ചിലരെതിരെ വന്നാൽ നല്ല ഫലമാണെന്നും മറ്റു ചിലരാണെങ്കിൽ ചീത്തഫലമാണെന്നും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. യാത്ര ചെയ്യാനും പരിശ്രമിക്കാനും പുറപ്പെടുന്ന ആളുടെ മനസ്ഥിതി ഏതു വിധത്തിലാണോ അതിനനുസരിച്ചായിരിക്കും അയാൾ പിന്നീട് സംസാരിക്കാനും പെരുമാറാനും പോകുന്നത്. ചീത്തശകുനം അയാളുടെ മനസ്സിൽ മൗഢ്യമുണ്ടാക്കാം. തൽഫലമായി വേണ്ടതൊന്നും ചെയ്യാൻ തോന്നുകയില്ല. നേരെ മറിച്ച് നല്ല ശകുനം മനസ്ഥിതിയെ ഉത്സാഹിപ്പിച്ചു എന്നു വരാം. അതിൻ്റെ ഫലമാകട്ടെ വിചാരിച്ചതിലും ഇരട്ടി ഗുണമായിരിക്കും. അതിൻ്റെ വിശ്വാസം കാലക്രമേണ ഒരു ചടങ്ങായി തീരുകയും വലിയ സമ്പന്നന്മാരും പ്രഭുക്കളുമൊക്കെ പൈസ കൊടുത്ത് ചട്ടം കെട്ടിയ ആളെ ശകുനമായി എതിരെ വരാൻ ഏൽപ്പിക്കുകയും പതിവായിരുന്നു. ഇത് അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് തള്ളിക്കളയാനാകുന്നതല്ല. കാരണം മനഃശാസ്ത്രപരമായ അടിസ്ഥാനമുണ്ടതിന്. ഒരു മഹാനഗരത്തിനോട് തിക്കിലും തിരക്കിലും പെട്ട് നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ പോലും ചില മുഖങ്ങൾ കാണുമ്പോൾ സന്തോഷവും മറ്റു ചില മുഖങ്ങൾ കാണുമ്പോൾ വെറുപ്പും തോന്നുന്നത് സ്വാഭാവികമാണ്. ഇത് അന്ധവിശ്വാസവുമായി ഒരു ബന്ധവുമില്ല.